പുണ്യമാക്കപ്പെട്ടതായ ജുമഅയുടെ ദിവസം, സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമഅ, ആഴ്ചകളിലെ ഏറ്റവും സുന്ദരമായ അതിന്റെ നേതാവാകുന്ന പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ സുദിനം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ദിവസമാണ്. ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ട ദിവസമാണ്. ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യപ്പെടേണ്ടതായ രാവ്. വെള്ളിയാഴ്ച രാവിലെ ഒന്നോദണം, വെള്ളിയാഴ്ചയുടെ സുബഹിക്ക് ശേഷം മറ്റൊന്നോദണം, ജുമഅയ്ക്ക് മുമ്പ് മൂന്നാമത്തെ ഓതണം. 3 സൂറത്തുൽ കഹ്ഫാണ് ഓതേണ്ടത്. ഒരെണ്ണം പോലും ഓതാത്ത കൗമിനോടാണ് 3 കഥ പറയുന്നത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഒരെണ്ണെങ്കിലും ഓതണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് ഓതേണ്ട ക്രമവും പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഒന്ന് വെള്ളിയാഴ്ച രാവ്, നമ്മളിപ്പോൾ ഈ നിലകൊള്ളുന്ന ഈ രാത്രി. മറ്റൊന്ന് നമുക്ക് സൗകര്യത്തിന് ജുമഅയ്ക്ക് വേണ്ടി രാവിലെ തയ്യാറാകുമ്പോൾ സുബഹിക്ക് ശേഷം മറ്റൊന്ന്, മൂന്നാമത്തത് ജുമഅയ്ക്ക് മുമ്പ് മൂന്നാമത്തത്. ഇങ്ങനെ 3 ഓതണമെന്നാണ്. ഇതാണ് കർമ്മശാസ്ത്രം. അതൊക്കെ ചെയ്തു വന്നിരുന്ന ആളുകളുണ്ടായിരുന്നു മുമ്പ്. അൽ കഹ്ഫും സ്വലാത്തും ഒരു ഏട് തന്നെ ഉണ്ടായിരുന്നു പള്ളികളിലൊക്കെ. ഇന്ന് അതൊക്കെ എടുത്ത് മാറ്റപ്പെട്ടു പോയി. വളരെ കുറഞ്ഞ പള്ളികളിലേ അത് ഓതലുള്ളൂ. മുമ്പ് കാലങ്ങളിൽ നമ്മുടെ പള്ളികളിലും തൊട്ടടുത്തുള്ള ആരിഞ്ചുകൂട് പള്ളിയിലും ചെമ്മാട് പഴയ പള്ളികളിലും എന്ന് വേണ്ട എല്ലാ പള്ളികളിലും ഇത്തരത്തിലുള്ളതാകുന്ന സ്വലാത്തും അതുപോലെ തന്നെ പവിത്രമാക്കപ്പെട്ടതാകുന്ന അൽ കഹ്ഫ് സൂറത്തും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഏടുകൾ പാരായണം ചെയ്യുന്ന പ്രായം ചെന്ന ഒരുപാട് ഉപ്പമാരുണ്ടായിരുന്നു. വീടുകളിൽ അത് പാരായണം ചെയ്തിരുന്ന ഉമ്മമാരുണ്ടായിരുന്നു. ഇന്ന് സ്വലാത്തും ഇല്ല, സൂറത്തുൽ കഹ്ഫും ഇല്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമഅ അല്ലാഹു ലഹു മാ ബൈനൽ ജുമഅതൈൻ. പരിശുദ്ധമാക്കപ്പെട്ടതായ ജുമഅയുടെ സുദിനത്തിൽ അതിന്റെ രാവിലോ പുണ്യമാക്കപ്പെട്ടതായ സൂറത്തുൽ കഹ്ഫ് ആരൊരുവനെ പാരായണം ചെയ്തോ, ഒരാഴ്ചക്കിടയിൽ അല്ലാഹു അവനക്ക് പ്രകാശം നൽകപ്പെടുമേ, അവന് പ്രകാശമിട്ട് കൊടുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമുക്ക് പ്രകാശമൊന്നും വേണ്ട, അതാണ് നമ്മളൊന്നും ഓതാത്തത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ഒന്നും മുടങ്ങാൻ പാടില്ല മോമിനീങ്ങളെ. അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വലിയ വിജയത്തിന്റെ നിദാനമാണ്. ഒരു മോമിനായ മനുഷ്യൻ അവന്റെ ഈമാൻ, അവന്റെ പ്രകാശം കൂട്ടാൻ കാരണമാണിതൊക്കെ. മോമിൻ എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, നാളെ ആഖിറത്തിൽ ഒരു വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ചൊരിക്കുന്നതായ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഈ ദുനിയാവിൽ തെമ്മാടികളായി ജീവിച്ചിരുന്നവരാണവർ. അവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ അവർ സത്യവിശ്വാസികളാകുന്ന ആളുകളെ കാണുകയാണ്. ആ നമസ്കാരമുള്ള, തഖ്വയുള്ള, ഇബാദത്തുള്ള, പരിശുദ്ധമാക്കപ്പെട്ടതായ രാവുകളെയും ദിവസങ്ങളെയും മാസങ്ങളെയും പരിഗണിച്ചതായ സമുന്നതരായ വ്യക്തിത്വങ്ങളെ കാണുകയാണ്. സമുന്നതരായ ഉമറാക്കളെ, ഉലമാക്കളെ, മഹത്തുക്കളെ, ഉമ്മമാരെ, സഹോദരങ്ങളെ കാണുകയാണ്. അവരെ ദർശിക്കുമ്പോൾ മുഅ്മിനീങ്ങളായ ആളുകളുടെ പ്രകാശത്തിൻ്റെതാകുന്ന അരുണോദയ ശോഭ കണ്ടുകൊണ്ട് മുഅ്മിനീങ്ങളാകുന്ന ആളുകളുടെ പുറകിൽ പോയിക്കൊണ്ട് ചോദിക്കുമത്രേ, ഉൻളുറൂനാ, ഞങ്ങളിലേക്കൊന്ന് നോക്കണേ, നോക്കണേ, ഞങ്ങൾ നിങ്ങളുടെ പ്രകാശമൊന്ന് പറ്റിയെടുക്കട്ടെ. അല്ലയോ മുഅ്മിനീങ്ങളെ, ഒന്ന് തിരിഞ്ഞു നിൽക്കണേ, തിരിഞ്ഞു നിൽക്കണേ. ഞങ്ങളിതാ വിശ്വാസികളാണ്, മുനാഫിക്കുകളാണ്. ഈ ദുനിയാവിൽ കപടതയുടെ മുഖം വെച്ചുകൊണ്ട് നടന്നവരാണ്, കല്ല് കുടിച്ചുകൊണ്ട് നടന്നവരാണ്, വ്യഭിചരിച്ചുകൊണ്ട് നടന്നവരാണ്, സിനിമ കണ്ടവരാണ്, സീരിയൽ ദർശിച്ചവരാണ്, മോശപ്പെട്ട ബ്ലൂ
കുറുഫിലിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയവരാണ്. ഹറാമായ തലത്തിലേക്ക് കണ്ടുകൊണ്ടുപോയവരാ, ഹറാമായ തലത്തിലേക്ക് കാതിനെ കൊണ്ടുപോയവരാണ്. മോശപ്പെട്ട ഫനായിക്കും ഫസാദിനും നാവ് കൊണ്ട് നേതൃത്വം നൽകിയവരാണ്. ഞങ്ങളുടെ കൈകൾ കൊണ്ട് ഹറാമിലേക്ക് പിടിച്ചവരാണ്. ഞങ്ങളുടെ കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നടന്നവരാണ്. പരിശുദ്ധമാക്കപ്പെട്ടതായ ദീനിന്റേതാകുന്ന വഴിത്താരയിലേക്ക് ഞങ്ങൾക്ക് പോകാമായിരുന്നു. ഞങ്ങൾ ഒരു ഇൽമിന്റെ സദസ്സിലേക്കും പോകാത്തവരാണ്. മുട്ടിച്ചുറ ശ്രോതാക്കളുടെ മഖാമിലേക്ക് ഇന്ന് വരെ ഞങ്ങൾ സിയാറത്തിന് പോയിട്ടില്ല. അതിന്റെ പരിസരങ്ങളിൽ ഞങ്ങൾ വസിച്ചിരുന്നവരാണ്. പക്ഷേ ശ്രോതാക്കൾക്കെതിരെ ഞങ്ങൾ വാൾ പോസ്റ്റ് ഇട്ടവരാണ്. ഞങ്ങൾ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടവരാണ്. അനാവശ്യമാകുന്ന വചനങ്ങൾ എഴുതി വിട്ടവരാണ്. അനാവശ്യമാകുന്ന ചെറിയ വിക്ഷേപങ്ങൾ നടത്തിയവരാണ്. ബിദ്അത്തിന്റെ വക്താക്കളായി നിലകൊണ്ടവരാണ്. കപടതയുടെ മുഖത്തിന്റെ ഭാഗവുമായി നടന്നവരാ. ഞങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ മുഅ്മിനീങ്ങളെ. നിങ്ങൾ നമസ്കരിച്ചവരാണല്ലോ, നിങ്ങൾ നോമ്പ് നോറ്റവരാണല്ലോ, നിങ്ങൾ സക്കാത്ത് കൊടുത്തവരാണല്ലോ, നിങ്ങൾ ഹജ്ജ് ചെയ്തവരാണല്ലോ, നിങ്ങൾ പാപങ്ങളുടെ കണ്ണീരൊപ്പിയവരാണല്ലോ, നിങ്ങൾ നിരാരംഭല കബലംബമായവരാണല്ലോ, നിങ്ങൾക്ക് നിരാശ്രയത്രാശ്രയത്വം കൊടുക്കാനുള്ള അവസരം അല്ലാഹു നൽകിയതാണല്ലോ. ഔലിയാക്കളെ ആദരിച്ചവരല്ലേ, അമ്പിയാക്കളെ ബഹുമാനിച്ചവരല്ലേ, ഉലമാക്കളെ തഅലീം ചെയ്തവരല്ലേ, മുതഅല്ലിമീങ്ങൾക്ക് സ്നേഹം പകർന്നു നൽകിയവരല്ലേ, നിങ്ങൾ ദീനിന്റേതാകുന്ന വഴിത്താരയിലേക്ക് പോയവരല്ലേ, ആത്മീയമാകുന്ന പ്രഭാഷണങ്ങൾ കേൾക്കാൻ തയ്യാറായവരല്ലേ, അത് കേട്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയവരല്ലേ. നഖ്തബിസ് മിൻ നൂരിക്കും, ഒന്ന് നോക്കണേ നോക്കണേ. ഖീല റജിഊ വറാഅകും ഫൽതമിസൂ നൂറാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, അത്തരത്തിലുള്ളതാകുന്ന കപടതയുടെ മുഖത്തിന്റെ ഭാഗമുള്ള ആളുകളോട് വിളിച്ചു പറയപ്പെടുമത്രേ, പോകണേ, മടങ്ങടാ മടങ്ങടാ. നിങ്ങൾക്ക് പ്രകാശമില്ല, ശോണിമയില്ല. ആത്മീയതയുടെ വഴിത്താരയിലേക്ക് വരാതെ ഉലമാക്കളെ ചീത്ത വിളിച്ചവരല്ലേ, ഉമറാക്കളെ ചീത്ത വിളിച്ചവരല്ലേ, ദീനിന്റെ കാര്യങ്ങൾക്ക് വിമുഖത കാണിച്ചുകൊണ്ട് നിലകൊണ്ടവരല്ലേ. പുറകോട്ട് മാറി നിൽക്കണേ, മടങ്ങിപ്പോകണേ. ഫൽതമിസൂ നൂറാ. ഈ ദുനിയാവിൽ അമലുകൾ ചെയ്യാതെ അമലുകൾ ചെയ്തുകൊണ്ട് പ്രകാശത്തിൻ്റെതാകുന്ന ശാദ്വര തീരത്തേക്ക് കടന്നുപോയതാകുന്ന സത്യവിശ്വാസികളുടെ പിറകെ നടക്കുകയാണ്. ഈ ദുനിയാവിൽ പാതിരാത്രി സമയത്ത് നമസ്കരിച്ചതാകുന്ന പ്രിയപ്പെട്ട ഉമ്മ, തറാവീ നമസ്കരിച്ച ഉമ്മയാണ്, വിത്ർ നമസ്കരിച്ച ഉമ്മയാണ്. ആ വിത്റുകൾ തുടർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ കൊണ്ടുപോയിട്ടുള്ള ഉമ്മയാണ്. തസ്ബീഹ് നമസ്കരിച്ചതായ വ്യക്തിയാണ്, ഖുർആൻ ഓതിയ വ്യക്തിയാണ്, ദിക്ർ ചൊല്ലിയ വ്യക്തിയാണ്. ഹറാമായ തലത്തിലേക്ക് കണ്ണോ കാതോ ശരീരത്തിന്റെ അവയവങ്ങളോ ഒന്നും കൊണ്ടുപോകാതെ നാഥനായ റബ്ബിലേക്ക് തിരിച്ചതായ വ്യക്തിയാണ്. അവന്റെ പ്രകാശത്തിന്റെ ഗോപുരം കണ്ടുകൊണ്ട് ഈ കാഫിറായ അവിശ്വാസിയായ മനുഷ്യൻ, കപടതയുടെ മുഖമുള്ളതായ മുനാഫിഖ് പിറകെ നടന്നുകൊണ്ട് മഹ്ശറിൽ ചോദിക്കുകയാണ്, എനിക്കൊരു അല്പം പ്രകാശം നൽകണേ. മോമിനീങ്ങളെ, ഞങ്ങളിലേക്കൊന്ന് നോക്കണേ നോക്കണേ. ഞങ്ങളൊന്ന് ഇഖ്തിബാസ് ചെയ്യട്ടെ, ഞങ്ങൾ നിങ്ങളുടെ പ്രകാശം ഒന്ന് പറ്റിയെടുക്കട്ടെ. സാധിക്കില്ല സാധിക്കില്ല. ഈ ദുനിയാവിൽ നീ അമലുകൾ ചെയ്തുകൊണ്ട് നേടിയെടുക്കാത്ത പ്രകാശം നാളെ ആഖിറത്തിൽ ഒരൊറ്റയടിക്ക് മുസ്ലിമീങ്ങളിൽ നിന്ന് നിനക്ക് കൈവശം വെക്കാൻ സാധിക്കില്ല. മുനാഫിഖായ മനുഷ്യ, ഔലിയാക്കളെ എതിർത്തവരല്ലേ, വെള്ളിയാഴ്ച രാവിന്റെ മഹത്വത്തെ മാനിക്കാതെ കള്ളു കുടിച്ചുകൊണ്ടും വ്യഭിചരിച്ചുകൊണ്ടും സിനിമ കണ്ടും IPL കളി കണ്ടുകൊണ്ടും ബിഗ് ബോസ് കണ്ടുകൊണ്ടും നിന്റെ രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയവനല്ലേ. നിനക്ക് പ്രകാശമില്ല പ്രകാശമില്ല. പ്രകാശത്തിൻ്റെതാകുന്ന ശോണിമ നിറഞ്ഞ മുഅ്മിനീങ്ങൾ അവർ മുന്നോട്ട് പോവുകയാണ്. പിറകെ പ്രകാശം തേടിക്കൊണ്ട് ചില ആളുകൾ പുറകോട്ട് പോകുമ്പോ ഫളുരിബ ബൈനഹും ബിസൂർ,
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, അവർക്കിടയിൽ ഒരു മതിൽ അല്ലാഹു നൽകുകയാണ്. ഫളുരിബ ബൈനഹും ബിസൂർ ലഹു ബാബുൻ ബാതിനുഹു ഫീഹി റഹ്മ വളാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുവ്യക്തമായി പഠിപ്പിക്കുകയാണ്, ആ വലിയ മറയങ്ങോട്ട് കടന്നു വന്നാൽ ആ മറയ്ക്കുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നതായ മുഅ്മിനീങ്ങൾ, അതിനുള്ളിൽ പ്രവേശിച്ചതാകുന്ന സത്യവിശ്വാസികളായ ആളുകളില്ലേ, അവർക്ക് കാരുണ്യമാണ്, കാരുണ്യമാണ്. അവർക്ക് കാരുണ്യത്തിന്റെ മലക്കുകളെ ചിറക് വരിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ മതിലിനപ്പുറത്ത് മറക്കപ്പുറത്ത് നിലകൊള്ളുന്ന ആളുകളായ അവിശ്വാസികൾക്ക്, നിരീശ്വരവാദികൾക്ക്, യുക്തിവാദികൾക്ക്, അല്ലാഹ് എന്ന് വാദിച്ചുകൊണ്ട് ദുനിയാവിൽ അലിമീങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും ദീനിന്റെ അഹ്ലുകാരെയും ദീനിന്റെ വാഹകർക്കെതിരെയും കൊങ്ങരം കുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞു തുള്ളിയവനല്ലേ, ആയിരക്കണക്കിന് ആളുകളെ വഴികേടിലേക്ക് കൊണ്ടുപോയവനല്ലേ. വല്ലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. അതികഠിനമാകുന്ന ശിക്ഷയാണ് ആ മറക്കപ്പുറത്ത് നിലകൊള്ളുന്നതായ കാഫിറുകൾക്ക്, മുനാഫിക്കുകൾക്കെന്നും പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്ത് വേണം മുഅ്മിനീങ്ങളെ, ഈമാൻ അതിന് മാറ്റുകൂട്ടാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈമാനിന് മാറ്റു കൂടും. അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാനിന് മാറ്റു കൂടുകയും ചെയ്യും, നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം മാറ്റു കുറയുകയും ചെയ്യും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. മാറ്റു കൂട്ടാൻ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഒരുമിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതും മഹത്തുക്കളാകുന്ന ശുഹദാക്കളുടെ നാമധേയത്തിൽ അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടുന്ന് എന്തെങ്കിലും ചെയ്താലേ രക്ഷയുള്ളൂ. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള പരലോകത്തേക്കുള്ള കൃഷിയിടം അത് ദുനിയാവാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്തെങ്കിലും ചെയ്യണം, ചെയ്താൽ കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ എന്താ നമ്മൾ ചെയ്തത് അതൊന്ന് ചിന്തിക്കും. അതാണല്ലോ ചിന്തിക്കണം. ഒരു വാദിന്റെ മജ്‌ലിസിൽ നമ്മൾ പോകുമ്പോൾ നമുക്കിപ്പോ എന്തെങ്കിലും പ്രകാശം കിട്ടുമോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ ഈ അടിക്കുന്ന ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രകാശമുണ്ട്. ഇതല്ലാതെ അവനവന് സ്വന്തം ഒരു പ്രകാശം, ഈമാനികമാകുന്ന പ്രഭ നമ്മുടെയൊക്കെ ശരീരത്തിലുണ്ടോ? ചിന്തിക്കൻ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ? അമലുകൊണ്ടൊരു പ്രകാശം നമുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇല്ല എന്നുള്ളതാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എല്ലാ സമയങ്ങളും ഇന്ന് മുഅ്മിനീങ്ങൾ കൊണ്ടു നടക്കുന്നത് ആഘോഷമായിട്ടാണ്. എവിടെയും ആഘോഷമാണ്, കാണുന്നതൊക്കെ ആഘോഷിക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കി, വീട്ടിൽ ആളില്ല, എല്ലാവരും എവിടെയാണ്? ഇതിലെ മൂന്നാർ അല്ലെങ്കിൽ ഊട്ടി, കൊടൈക്കനാൽ കറങ്ങി നടക്കുക. ഫുള്ള് കറക്കം. പെരുന്നാളിന്റെ കറക്കം ഇതുവരെ തീർന്നിട്ടില്ല. 6 നോമ്പ് നോൽക്കാത്ത ആളുകൾ കൂടുതൽ എണ്ണം വർദ്ധിച്ചു വന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മുമ്പ് കാലങ്ങളിൽ അത് നല്ല ശ്രദ്ധ ചെലുത്തിയിരുന്നവരുണ്ടായിരുന്നു. ഇന്ന് വളരെ കുറഞ്ഞ ആളുകളെ അത് ശ്രദ്ധിക്കുന്നവരുള്ളൂ. മൻ സാമ റമളാന ثم اتبعه ستا من شوال كان كصيام الدهر شفيعنا رسول الله صلى الله عليه وسلم. വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം ലഭിക്കാൻ റമദാൻ 30 ദിവസവും പെരുന്നാൾ കഴിഞ്ഞ് അതിനോടനുബന്ധിയായി ശവ്വാൽ മാസത്തിൽ നിന്ന് 6 ദിവസം തുടർച്ചയായി നിങ്ങൾ നോമ്പ് പിടിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിലെ ഒരു നോമ്പിന് 10 ദിവസത്തെ കൂലി, 10 ദിവസം നോമ്പ് നോറ്റ പ്രതിഫലം. 30 ദിവസമാകുമ്പോൾ 300 ദിവസമായി. 6 ദിവസം ശവ്വാലിന് എടുക്കുമ്പോൾ 60 ദിവസം, 360 ദിവസം നോമ്പ് നോറ്റ പ്രതിഫലം. ആരാ ശ്രദ്ധിക്കുന്നത്? റമളാനിൽ അശുദ്ധിയുടെ ഘട്ടം വന്നതാകുന്ന സഹോദരിമാർക്ക് ഏറ്റവും സുഖകരമായി പിടിക്കാൻ പറ്റുമായിരുന്നു ശവ്വാലിൽ. അവർ പോലും ശ്രദ്ധിക്കാത്ത അവസ്ഥ. എല്ലാരും ചൂടല്ലേ, കുറച്ചുകൂടെ കഴിയട്ടെ. മഴ ഇവിടെ പെയ്തില്ല ഉസ്താദേ, മഴ പെയ്യാൻ ദ്വാരം. മഴ പെയ്തിരുന്നെങ്കിൽ നല്ല റാഹത്തായിട്ട് പിടിച്ചേ, നല്ല സുഖമുണ്ട്. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ, AC നല്ല സുഖമായിട്ട്. തണുപ്പ്
നമ്മൾ അല്പം ചൂടോടുകൂടി നിൽക്കുമ്പോൾ വേണം നോമ്പ് പിടിക്കാൻ. അപ്പോഴാണ് അതിന്റെ സുഖം അറിയുക. നോമ്പിന്റെ സുഖവും റാഹത്തും കിട്ടണമെങ്കിൽ, നോമ്പിൻ്റെതായ റാഹത്ത് കിട്ടണമെങ്കിൽ അല്പം ചൂടുണ്ടായിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല റാഹത്തായിരുന്നു നോമ്പിന്. ഇപ്രാവശ്യം നോമ്പിന് ഭയങ്കര ചൂടായിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ ചൂടിനാണ് കുറ്റം പറയുന്നത്. നോമ്പിന്റെ പ്രതിഫലവും അതിൻ്റെതാകുന്ന മഹത്വവും നമ്മൾ ശ്രദ്ധിക്കാതെ പോവാൻ. ചൂടുള്ള സമയത്തല്ലേ നോമ്പ് പിടിക്കേണ്ടത്, അപ്പോഴാണ് യഥാർത്ഥ വിശപ്പും ദാഹവും നമ്മൾ അറിയുക. അങ്ങനെ നോമ്പ് പിടിക്കുമ്പോഴാണ് കൂലി കൂടുതൽ കിട്ടുക. കേട്ടോളൂ നിങ്ങൾ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂർ അത്വീബ് വന്നിസാഉ വഖുറതു ഐനി ഫിസ്സലാത്ത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹാബത്തെ നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന 3 കാര്യങ്ങളാണ്, 3 വസ്തുക്കളാണ്. കോടി വസ്തുക്കൾ ദുനിയാവിലുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3 വസ്തുക്കളാണ്. അത്തീബ് സുഗന്ധമാണ്. ഒന്നാമതായി ഏറ്റവും പ്രിയമുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വന്നിസാഉ എന്റെ ഭാര്യമാരാണ്. എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് എനിക്ക് വല്ലാത്ത പ്രിയമാണ്, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, താല്പര്യമാണ്. എന്റെ ഭാര്യമാരോട് എനിക്ക് വല്ലാത്ത ഇഷ്ടം. സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമത്തത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഖുറതു ഐനി ഫിസ്സലാത്ത്. എനിക്ക് മൂന്നാമതായി ദുനിയാവിലെ ഏറ്റവും പ്രിയമുള്ളത് അത് നമസ്കാരമാണ്, നിസ്കാരമാണ്. നിസ്കാരത്തിൽ കൺകുളിർമയാകലാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ.